പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ സഭായോഗ മധ്യേ വായിച്ച തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു തിരുവചന ഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു മാനസാന്തര ചരിത്രമാണ്. താൻ എങ്ങനെയാണ് കർത്താവിനെ അറിഞ്ഞത് എന്നുള്ളൊരു ചരിത്ര സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ൽ വിവരിച്ചിരിക്കുന്നത്. അതറിയാത്ത ആരും തന്നെ അതിനകത്ത് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇന്ന് പകലിൽ ദൈവമെൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മെസ്സേജിൻ്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും അറിയാതിരുന്ന പൗലോസിൻ്റെ ഒരു പ്രത്യേക ജീവിത കാലഘട്ടം. ഞാൻ പറഞ്ഞ സന്ദേശത്തിൻ്റെ തലക്കെട്ട് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാജ്യത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ കൃപയുടെ സുവിശേഷം ഉണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? ഇന്ന് നമുക്കിതെല്ലാം ബൈബിളിൽ വ്യക്തമായി കൃപയുടെ സുവിശേഷത്തിൻ്റെ അപ്പോസ്തലനായ പൗലോസ് സ്വർഗത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു നേരിട്ട് കൊടുത്ത വെളിപ്പാടിനാൽ ഈ കൃപയുടെ യുഗം ദൈവം ഒരുക്കിയിരിക്കുന്നതും കൃപയുടെ സുവിശേഷം തന്നിലൂടെ ജനങ്ങൾക്ക് കൊടുത്തു എന്നും നമുക്കറിയാം. പക്ഷേ ശൗൽ എന്ന് പറയുന്ന, പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യന് രാജ്യത്തിൻ്റെ സുവിശേഷമോ കൃപയുടെ സുവിശേഷമോ അറിയാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പലരുടെയും ജീവിതാനുഭവം ഏതാണ്ട് അപ്പോസ്തല പ്രവൃത്തി 9-ൽ കിടക്കുന്ന പൗലോസിന്റെ അനുഭവം പോലെ കിടക്കുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്, അല്ലേ? രാജ്യത്തിന്റെ സുവിശേഷം എന്തെന്നും അറിയുകയില്ല, കൃപയുടെ സുവിശേഷം എന്തെന്നും അറിയുകയില്ല, എന്തിനായിരുന്നു ശബത്ത് കൊടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല, എന്തിനാണ് പരിച്ഛേദന കൊടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല, എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത് എന്ന് മനസ്സിലാകുന്നില്ല, എന്തിനാണ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ പല നിയമങ്ങളും ദൈവം കൊടുത്തത് എന്ന്, അല്ലെങ്കിൽ ജലസ്നാനം എന്തിനാണ് കൊടുത്തത് എന്ന് ഇത് തിരിച്ചറിയാത്ത ജനങ്ങളാ നമുക്ക് ചുറ്റുമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 9-ൽ ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തെ പോലെയാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പലരും, അല്ലെങ്കിൽ പുറത്തുള്ള ജാതീയ ലോകത്തിൽ അനേകരും അങ്ങനെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ കൃപയുടെ സുവിശേഷം ദൈവം ഏൽപ്പിച്ച അപ്പോസ്തലനായ പൗലോസിന് പോലും ഇതൊന്നും അറിയാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വാസ്തവമായി മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണ് ഞാൻ പറഞ്ഞതിന്റെ തലക്കെട്ട്? രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും അറിയാതിരിക്കുന്ന ഒരു അപ്പോസ്തലനായ പൗലോസ്, അല്ലെങ്കിൽ അപ്പോസ്തലൻ എന്ന് മാറ്റി വെച്ചാൽ ഒരു പൗലോസ് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ക്രിസ്തീയ കോളം മുഴുവനും ഒരുപക്ഷെ കല്ലുകൾ എടുക്കുമല്ലേ? കാരണം എന്താ? പൗലോസിന് രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും അറിയുകയില്ലെന്നോ? പിന്നെ എനിക്കാണോ ഇതെല്ലാം അറിയുന്നത് എന്ന് പറഞ്ഞ ആളുകൾ കല്ലുകൾ എടുക്കും. അതാണ് ദൈവവചനം എന്തിനു പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ഏതാണ് അതിന്റെ സാഹചര്യം, എന്താണ് ആ പറഞ്ഞതിന്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കാതെയാണ് അവിടെയും ഇവിടെയും ഓരോ വാക്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് അതിന്റെ പുറകേക്ക് ഉപദേശങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കിന്നറിയാം, ശബത്തനുസരിക്കുന്നവരുണ്ട്, ജലസ്നാനം എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ നിൽക്കുന്നവരുണ്ട്. ഇന്ന് പരിച്ഛേദനവാദികൾ കുറവാണ്, അല്ലേ? എന്നാൽ പൗലോസിന്റെ കാലത്ത് പരിച്ഛേദനവാദികൾ ഉണ്ടായിരുന്നു, ന്യായപ്രമാണ വാദികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നിരവധിയായിട്ടുള്ള ഒരു വാക്യം എടുത്തുകൊണ്ട് അതിന്റെ പുറകിൽ തൂങ്ങിയിരിക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നത് ഈ സംഭവങ്ങളൊന്നും അറിയാത്തൊരു പൗലോസിനെ സഭയുടെ മുൻപിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാൻ. ദൈവത്തിന്റെ ആത്മാവിനെ ഇന്നലെ ഈ വചനം ധ്യാനിച്ചപ്പോൾ, കഴിഞ്ഞ ആഴ്ച മുതൽ ധ്യാനിക്കുന്ന വചനങ്ങളാണ് എങ്കിലും ഈ മെസ്സേജ് അവസാന പണിപ്പുരയിൽ ഒന്ന് കുത്തിക്കെട്ടി നമുക്ക് ദൈവസഭയ്ക്ക് കൊടുക്കണമെങ്കിൽ ദൈവം ഇന്നലെ ഹൃദയത്തിൽ ഒരു തലക്കെട്ട് ഇന്നലെയാണ് തന്നത്. എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, അതായത് രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും അറിയാതിരിക്കുന്ന പൗലോസ്. എന്നിട്ട് നമുക്ക് ഇനി വായിച്ച തിരുവചനത്തിലേക്ക് ഒന്ന് കടക്കാം. അതായത് താൻ പൗലോസ്, ശൗൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പൗലോസ് അപ്പോസ്തലനാകുന്നതിന് മുൻപേ ഇദ്ദേഹം ചെയ്ത കൊടും കൃത്യങ്ങളെ, അല്ലെങ്കിൽ ക്രൂര കൃത്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ ക്രൂര കൃത്യങ്ങൾ എന്നുള്ള ഈ തലക്കെട്ടോടുകൂടെ നമുക്ക് ഈ വചനങ്ങളെ ഒന്ന് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലേ, അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം, അല്ലെങ്കിൽ പുറത്ത് കിടക്കുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കർത്താവിനേക്കാൾ കൂടുതൽ പൗലോസിനെയാണല്ലോ ഉയർത്തുന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലേ? എന്നാൽ ആ പൗലോസിന്റെ ക്രൂര കൃത്യങ്ങളെ കുറിച്ച് ഇന്ന് സഭയിൽ പൗലോസിന്റെ ആ ചരിത്രം സഭയിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിനൊരു തലക്കെട്ട് കൊടുക്കുകയാണ്, അപ്പോസ്തലനായ അല്ലെങ്കിൽ പൗലോസിന്റെ, ശൗലിന്റെ കൊടും ക്രൂരതകൾ. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു.
അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ പൗലോസിന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, വായിച്ചു കേട്ടില്ലേ, സ്തെഫാനോസിനെ കൊന്നതില് വളരെ സന്തോഷവാനായിരുന്നു പൗലോസ്. തന്നെയുമല്ല, വീടുകൾ തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് സഭയെ മുടിച്ചു വന്നൊരു മനുഷ്യനാണ് പൗലോസ്. അപ്പോൾ പൗലോസ് ഈ ചെയ്ത പ്രവൃത്തിയെ നമുക്ക് എന്ത് പറയാം? പൗലോസിന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് നമുക്ക് പറയാം. കാരണം എന്താ? രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും അറിയാതിരിക്കുന്ന ഒരു പൗലോസിന്റെ ഒരു പ്രത്യേക ജീവിതാനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്ക് ഒത്തിരി ഉൾക്കാഴ്ചകളും തിരിച്ചറിവുകളും ആന്തരിക കണ്ണുകൾ പ്രകാശിക്കാനൊക്കെയും ഈ സന്ദേശത്തിലൂടെ ഇടയായി തീരുമെന്നുള്ള ഉറപ്പോടു കൂടിയാണ് ഞാൻ ഈ ഭാഗം ധ്യാനിക്കുകയും അല്ലെങ്കിൽ ദൈവം തന്ന ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഇവിടെ സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴിച്ച് കൊണ്ടുപോകുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ 9-ന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിലെ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവരോട് അധികാരപത്രം വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ കാണുന്നത്? ശൗൽ അഥവാ പൗലോസ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാ. അപ്പോൾ ഈ മനുഷ്യനെ നമുക്ക് എന്ത് പറയാം? പൗലോസ് ഒരു കൊടും ക്രൂരനായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാം, അല്ലേ? ദൈവസഭയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ വിശുദ്ധനായ പൗലോസിനെ കൊടും ക്രൂരൻ എന്ന് വിളിച്ചു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു കാലഘട്ടം പൗലോസിനുണ്ടായിരുന്നു. ഇന്ന് പലരും ആയിരിക്കുന്നത് പോലെയുള്ളൊരവസ്ഥ. ഈ സുവിശേഷം പറയുമ്പോൾ നമ്മളെ ആട്ടി ഓടിക്കുന്ന പൗലോസുമാർ, ശൗലുമാർ ചുറ്റുമുണ്ട്. ഈ മാർഗം പറയുമ്പോൾ ഇതിനെതിരെ നിൽക്കുന്ന ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ തിമിരം ബാധിച്ച ഒരു പൗലോസിനെയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? ഈ മാർഗക്കാരെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചു, അല്ലേ? നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സുവിശേഷം അറിയിക്കണം, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവിൻ എന്നൊക്കെ പറഞ്ഞ് 12 അപ്പോസ്തലന്മാർ ഈ സുവിശേഷവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഒരു പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. ഈ പൗലോസിന് രാജ്യത്തിന്റെ സുവിശേഷം എന്തെന്ന് വലുതും അറിയാമോ? പൗലോസിന്റെ ഈ ഒരു സാഹചര്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസിന് രാജ്യത്തിന്റെ സുവിശേഷം ഒന്നും അറിയില്ല. പക്ഷെ ന്യായപ്രമാണ സംബന്ധമായി വളരെ എരിവുള്ള മനുഷ്യനാണ്. ന്യായപ്രമാണം എന്ന് കേട്ടാൽ വളരെ വലിയൊരു തീഷ്ണതയാണ്. പക്ഷെ ഒരു ശരിയായ കൃത്യമായ ക്രിസ്തു അനുഭവം അല്ലെങ്കിൽ ദൈവ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു മത തീവ്രവാദിയായി സഭയെ മുടിച്ചു കളയുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോഴായിരിക്കുന്നത്. ഈ പൗലോസിന് രാജ്യത്തിന്റെ സുവിശേഷമോ കൃപയുടെ സുവിശേഷമോ ഇതൊന്നും അറിയില്ല. കാരണം എന്താ? അന്ന് കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടിട്ടില്ല. ആ ഒരു ചേഞ്ച് ഓവറിലാണ് പൗലോസ് നിൽക്കുന്നത്. ഒരു ന്യൂട്രലായി നിൽക്കുന്ന പൗലോസിനെയാ ഇന്ന് ദൈവസഭയുടെ മുൻപിൽ ഞാൻ വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ആ മാർഗക്കാരെ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി, അല്ലേ, താൻ ഇങ്ങനെ നടക്കുകയാ. തന്റെ ദേശത്തുള്ളവരെ മുടിച്ചത് പോരാഞ്ഞിട്ട് ഡമാസ്കസിലേക്കും പോവുകയാ. അങ്ങനെ ഓടി നടന്ന് ഒരു തീവ്രവാദ സ്വഭാവത്തോടുകൂടെ താൻ വിശ്വസിക്കുന്ന തന്റെ മതത്തിനെതിരായി നിൽക്കുന്ന എല്ലാവരെയും കൊന്നുകളയുന്ന ഒരു പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ചിന്തിച്ചതിന്റെ തലക്കെട്ട് എന്താണ്? പൗലോസിന്റെ കൊടും ക്രൂരതകൾ. ഇനി നമുക്ക് 1-2 വാക്യങ്ങളോട് വായിക്കാം. 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ശൗല നിലത്ത് വീണപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാ. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? കർത്താവ് ചോദിക്കുക. അപ്പോൾ ശൗല് ആരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്? കർത്താവിനെ പോലും ഉപദ്രവിക്കുന്ന, അതാണ് ഞാൻ ഇവിടെ വായിച്ചത്, പൗലോസിന്റെ കൊടും ക്രൂരതകൾ. കാര്യം ദൈവസഭയാണ് മുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയാണ് സത്യത്തിൽ ഉപദ്രവിക്കുന്നത്? കർത്താവ് പറയണേ, നീ എന്നെയാ ഉപദ്രവിക്കുന്നത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുകയാ. അപ്പോൾ പൗലോസിന്റെ ആ ഉപദ്രവ ആ ആക്രമണാസക്തത നോക്കിയേ. ദൈവസഭയോടും ദൈവത്തോടും അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന 12 അപ്പോസ്തലന്മാരോടും ഇദ്ദേഹം ഇങ്ങനെ കടിച്ചു കയറുന്ന ചെന്നായി പോലെ നിൽക്കുകയാ. കാരണം എന്താ? രാജ്യത്തിന്റെ സുവിശേഷം പൗലോസിന് അറിയുകയില്ല. സത്യം മനസ്സിലായെങ്കിൽ ഇദ്ദേഹം അങ്ങനെ ചെയ്യുകയില്ലല്ലോ. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. 1 തീമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു.
എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പൗലോസ് തന്നെ സമ്മതിക്കുന്ന ഒരു വാക്യമാണ്. 1 തിമോത്തിയോസ് 1:13 വാക്യം. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം പൗലോസ് സമ്മതിക്കുകയാണ്. എന്താ പറഞ്ഞത്? മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. പിന്നെന്താ പറഞ്ഞത്? ഞാൻ അവിശ്വാസിയായിട്ടാണ് പ്രവർത്തിച്ചത്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, എനിക്ക് അറിവില്ലാതെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താ പറഞ്ഞത് ഇവിടെ? രാജ്യത്തിന്റെ സുവിശേഷമോ കൃപയുടെ സുവിശേഷമോ അറിയില്ലാത്ത ഒരു പൗലോസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ജീവിത അനുഭവം പൗലോസിനുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതിരുന്നൊരു അനുഭവം നമുക്കും ഉണ്ടായിരുന്നല്ലേ. നമുക്ക് കർത്താവിനെ അറിയാത്ത, അല്ലെങ്കിൽ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ മറ്റുള്ള സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്നുള്ളതല്ലാതെ കർത്താവിനെ കുറിച്ചോ വചനത്തെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു അല്ലേ. എന്നോ നമ്മുടെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവിന്റെ അല്പം പ്രകാശം നമുക്ക് കിട്ടി അല്ലേ. ഇതുപോലെ തന്നെ പൗലോസ് ഇവിടെ പറയുകയാണ്, തനിക്ക് ഈ അല്പപ്രകാശം ലഭിക്കുന്നതിന് മുൻപേ താൻ ആരായിരുന്നു? മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ തലക്കെട്ടിന് അത് എന്തെങ്കിലും തിരുത്തൽ വരുത്തണമോ? പൗലോസിന്റെ കൊടും ക്രൂരതകൾ എന്നുള്ള തലക്കെട്ടിൽ ഞാനിത് വിളിച്ചു പറയുമ്പോൾ ആ തലക്കെട്ട് പൗലോസിന് യോജിക്കുന്നതായിരുന്നു. എപ്പോൾ? അപ്പോസ്തല പ്രവൃത്തിയിലെ 9 നിൽക്കുന്ന ശൗൽ എന്ന് പറയുന്ന പൗലോസിനാണ് ഇത് യോജിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ശൗൽ കൊലയും അല്ലെങ്കിൽ കൊലപാതകം നിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സഭയെ മുടിച്ചുകൊണ്ട് കർത്താവിനെതിരെ പോലും നിന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. 12 പേരെയും അവരുടെ ശുശ്രൂഷകളെയും അവരിൽ നിന്നും ഊരിത്തിരിഞ്ഞ ഒരു ആദ്യത്തെ ക്രിസ്തീയ സമൂഹത്തെയും പൗലോസ് അവരെ കൊന്നുപിടിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അധികാരവുമായി മുന്നോട്ട് പോകുന്ന പൗലോസിനെ കാണുന്നത്. പൗലോസ് ഒരു മത തീവ്രവാദിയായി നിന്നുകൊണ്ട് കൊടും ക്രൂരതകൾ ചെയ്യുന്നുണ്ടൊരു കാലഘട്ടം. അവിടെ പൗലോസ് പറയുകയാണ്. അതിന്റെ 1:15 വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പിന്നീട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായ വചനമാണ്. താഴേക്ക് വായിക്കാം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസ് എന്ന മനുഷ്യനെ കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളാ ഞാനിപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 8:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 1 തിമോത്തിയോസ് 1:13 1:15 വാക്യങ്ങളിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്ത് മനുഷ്യനെ, അല്ലെങ്കിൽ ദൈവസഭയെ മുടിച്ചുകൊണ്ടിരുന്ന നിഷ്ഠൂരനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാനിവിടെ പ്രസംഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മനുഷ്യന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുകയാ. ഇനി ഒരു പുതിയ തുടക്കം പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുക. ആ ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് നമുക്ക് ഏതാനും വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9:6 വാക്യം നമുക്കൊന്ന് വായിക്കാം. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് പറയുന്നത്? അപ്പോൾ പൗലോസിനോട് ദൈവം പറയുക, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറയുക. ഒരു തുടക്കം കുറിക്കുക. ഒരു തീവ്രവാദിയായ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവമാനസാന്തര അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. കൃപയുടെ സുവിശേഷമോ രാജ്യത്തിന്റെ സുവിശേഷമോ ഇതൊന്നും അറിയാത്ത, ഒരു ചുക്കും അറിയാത്ത പൗലോസിനെ ഇവിടെ കാണുക. ന്യായപ്രമാണ സംബന്ധമായി താൻ തീക്ഷ്ണതയുള്ളവനാണ്, അതിനെക്കുറിച്ച് അറിവുള്ളവനാണ്. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടി എന്തെന്ന് ഒന്നും അറിയാതെ സീറോവായി ന്യൂട്രലിൽ നിൽക്കുന്ന ഒരു പൗലോസിനെ നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ദൈവം ഒരു പുതിയ തുടക്കം കുറിക്കുകയാ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലന്റെ ജീവിതത്തിലും. അപ്പോൾ തന്നെ പുതിയൊരു യുഗത്തിന്റെ തുടക്കമായി ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുകയാ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ആഴമായി പറയുന്നതെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ വായിച്ചും പഠിച്ചും അതിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ വിഷയങ്ങൾ നമുക്കൊരു ആവർത്തന വിരസത ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും പുറമെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു സത്യം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ ഇരിക്കുകയാണ്. ജലസ്നാനം വേണ്ട എന്ന് പറയുമ്പോൾ, ന്യായപ്രമാണം വേണ്ട എന്ന് പറയുമ്പോൾ, ശബത്ത് വേണ്ട എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, കൃപയുടെ കീഴിലാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ഇതെല്ലാം സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുകയാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് തിരിഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഇതെന്താണ് നമ്മൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഇന്നും പല പ്രിയപ്പെട്ടവർക്കും മനസ്സിലായിട്ടില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇത് ഇത്ര ശക്തിയോടുകൂടി തന്നെ വീണ്ടും ദൈവസഭയോട് അറിയിക്കുമ്പോൾ ഇത് യൂട്യൂബിലൂടെ കേൾക്കുന്ന അനേകരുണ്ട്, അവരുടെ കണ്ണുകളും തുറക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവസഭ ആത്മസംയമനത്തോടുകൂടെ ഈ ആവർത്തന വിരസതയുള്ള സുവിശേഷം പിന്നെയും കേൾക്കുമ്പോൾ തന്നെ
പുതുതായി കേൾക്കുന്ന ബലഹീനരെ നമ്മൾ താങ്ങണമല്ലോ, അല്ലേ? ബലഹീനരുടെ ബലഹീനതകൾ നമ്മൾ താങ്ങണം. അതുകൊണ്ടാണ് ഈ പ്രസംഗം വീണ്ടും ഈ ദൈവസഭയിൽ അറിയിക്കുന്നത്. അത് നമ്മുടെ കണ്ണുകളും പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. നമുക്കും ഏതെങ്കിലും വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പുതിയ തുടക്കത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലക്കെട്ടുകൾ എന്തായിരുന്നു? രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും അറിയില്ലാതെ ന്യൂട്രലായി നിൽക്കുന്ന, ബിഗ് സീറോ ആയി നിൽക്കുന്ന ഒരു പൗലോസിനെ നമുക്കറിയാം. എന്നാൽ ആ പൗലോസിന്റെ ജീവിതത്തെ ദൈവം ഒരു തുടക്കം കുറിക്കുകയായി. ആ പൗലോസിന്റെ ജീവിതത്തെ ദൈവം ഒരു പുതിയ തുടക്കത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോസ്തല പ്രവൃത്തി 9:6 അവിടെ തുടങ്ങുകയാണ്. എന്താണ് പറയുന്നത്? നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയാം. കണ്ടോ? പൗലോസിനൊന്നും അറിയാത്ത ഒരു പൗലോസിനോട് കർത്താവ് പറയുക, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയാം. ഇനി 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. കർത്താവ് അവനോട്, നീ പോകാം, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകും. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുകയാണ്, അനന്യാസിനോട് പറയുകയാണ്, നീ പേടിക്കണ്ട, പൊക്കോ, അവനെ ഞാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് എന്ന് പറയുകയാണ്. കണ്ടു? പൗലോസ് എന്ന് പറയുന്ന കൊടും ക്രൂരനായ ഒരു തീവ്രവാദ മനോഭാവമുള്ള മനുഷ്യനെ ദൈവം തട്ടി താഴെയിട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കി അവൻ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അയക്കുകയാണ്. അവൻ കണ്ണു കാണാതെ ഇരിക്കുകയാണ്. അവിടെ അനന്യാസിനെ അയക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. പ്രിയമുള്ളവരെ, ദൈവം പൗലോസിനെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളത് പല കാര്യങ്ങളും നമുക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിലും ഇവിടെ അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണമാണ് ഈ കൊടും കൃത്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഉത്സാഹമുണ്ടല്ലോ പൗലോസിന്. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉത്സാഹമുള്ളൊരു മനുഷ്യരെയാ, അല്ലെ? വല നെയ്തുകൊണ്ടിരിക്കുന്ന യോഹന്നാനെ, അല്ലെ? അല്ലെങ്കിൽ പത്രോസ് എന്ന് പറയുന്ന മീൻ പിടിക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെ? മീൻ പിടിക്കാൻ മിടുക്കനാ പത്രോസ്, അല്ലെ? പത്രോസിനോട് പറഞ്ഞു, നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. കൊള്ളാം, അവൻ പിടിക്കാൻ നല്ല മിടുക്കനാ, അല്ലെ? അപ്പോഴിതാ യോഹന്നാൻ വല നെയ്തുകൊണ്ടിരിക്കുക. വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രമേ ഈ വല നെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെ? കുറെ നാൾ മീൻ പിടിച്ചു കഴിയുമ്പോൾ, പത്രോസിന്റെ ശുശ്രൂഷയിലൂടെ കുറെ നാൾ മീൻ പിടിച്ചു കഴിയുമ്പോൾ ഈ വല മുഴുവനും കീറിയിട്ട് മീനുകൾ മുഴുവനും ചോർന്നു പോകും, അല്ലെ? ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികൾ കുറെ നാൾ കഴിയുമ്പോൾ ഇവിടെയൊക്കെ വിള്ളലുകൾ സംഭവിച്ചിട്ട് കുറെയൊക്കെ ചോർന്നു പോകും. അപ്പോൾ ചോർന്നു പോകാതിരിക്കുവാൻ ആ വല തുന്നിപ്പിടിപ്പിക്കുവാനാണ് യോഹന്നാനെ ദൈവം നിയോഗിക്കുക, അല്ലെ? പത്രോസിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം പിന്നീട് വെളിപ്പാട് വരെ കാണിച്ചു കൊടുത്ത അതേ യോഹന്നാനെയാണ് ദൈവം ആ വെളിപ്പാട് കാണിച്ചു കൊടുത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോരോ ശുശ്രൂഷയ്ക്ക് ഓരോരുത്തരെ വിളിക്കുമ്പോൾ അവരുടെ ഭൗതിക നിലയിലുള്ള ആ ക്വാളിറ്റിയും കർത്താവ് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതാ പൗലോസ് ജെറുസലേമിലും മറ്റുള്ള ഇതര ദേശങ്ങളിലും അങ്ങ് ദമാസ്കസിലും പോയിക്കൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ഇത്രയും ഉത്സാഹമുള്ള മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ, അവനെ ഒന്ന് രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കും എന്നുള്ളത് കർത്താവിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് താൻ ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിച്ചിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ഒന്നും അറിയാതിരുന്ന പൗലോസിനെ പിടിച്ച് വേർതിരിച്ച് മാനസാന്തരപ്പെടുത്തി സത്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ അവനെന്താ ചെയ്തത്? അതിലും ഏറെ ഉത്സാഹത്തോടും പരിശുദ്ധാത്മാവോടും കൂടെ തന്നെ ഏൽപ്പിച്ച സുവിശേഷത്തിനായി ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നു. അതിന്റെ 19-ാം വാക്യം വായിക്കുകയാണ്. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ മാർഗത്തെ മുഴുവനും തച്ചുടയ്ക്കുവാൻ പോയ പൗലോസ് വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടപ്പോൾ, നീ പീഡിപ്പിക്കുന്ന യേശു ക്രിസ്തുവാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ഈ പൗലോസിന്റെ ഹൃദയ കണ്ണുകളെ കത്തുവാനിടയായി തീർന്നു. അവിടെ ആദ്യം ആ സിനഗോഗിൽ പോയി, അല്ലെങ്കിൽ അവിടെ എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത്? യേശു ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഇത്രയും നേരം അതിനെ തകർക്കാൻ നോക്കിയ പൗലോസ് ഇപ്പോഴിതാ അതിനെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി തുനിയുന്നൊരു പൗലോസിനെ നമ്മൾ കാണുകയാണ്. കണ്ടോ? ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തുടങ്ങുകയാ. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ 9-ാം അധ്യായത്തിലെ മാനസാന്തരത്തിന് ശേഷം ദൈവം പറയുക, നിന്നോടുള്ളത് ഞാൻ പറഞ്ഞു തരാം, നിന്നെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിലെല്ലാം അപ്പോസ്തലനായ പത്രോസിന്റെ സുവിശേഷ ഘോഷണങ്ങളും അല്ലെങ്കിൽ 11-ഉം 12-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്,
ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറയുക. അപ്പോൾ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ബർന്നബാസിനെയും പൗലോസിനെയും വേർതിരിച്ച് മാറ്റി നിർത്തുവാൻ പറയുകയാണ്. എന്തിനാണാവോ? 12 പേരെ കർത്താവ് വേർതിരിച്ച് സുവിശേഷ പ്രഘോഷണം നടക്കുമ്പോൾ, അവിടെ ശക്തിയോടുകൂടെ അത് നടക്കുമ്പോൾ, ഇവിടെ ഇതാ പ്രത്യേകമായൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസിനെയും ബർന്നബാസിനെയും ഒന്നങ്ങോട്ട് മാറ്റി നിർത്തിയേക്ക് എന്ന് പരിശുദ്ധാത്മാവ് പറയുക. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പസ്തോലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഗലാത്യ ലേഖനം 1:1 പറയുകയാണ്, പിതാവായ ദൈവത്താലും പുത്രനായ യേശു ക്രിസ്തുവിനാലും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ്. തന്റെ അപ്പസ്തോല അധികാരം അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് അപ്പസ്തോലനായിരിക്കുന്നതെന്ന് പൗലോസ് പറയുക. എഫേസ്യ ലേഖനം 1:1 വാക്യം ഇങ്ങനെ പറയുകയാണ്, ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ്. ഈ 2 വാക്യങ്ങൾ മതിയല്ലോ. പൗലോസ് എന്ന് പറയുന്ന നിഷ്ഠൂരനായ, കൊടും പാപിയായ, പാപികളിൽ ഒന്നാമനായിരുന്ന, സഭയെ മുടിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ എന്ത് അധികാരത്തിലാണ്, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താൻ അപ്പസ്തോലനാണെന്ന് പറയുന്നത്? ഒരു കാലത്ത് രാജ്യത്തിന്റെ സുവിശേഷമോ കൃപയുടെ സുവിശേഷമോ അറിയാതിരുന്ന, ന്യൂട്രലായി നിന്നിരുന്ന അല്ലെങ്കിൽ ബിഗ് സീറോ ആയി നിന്നിരുന്ന പൗലോസിന് ദൈവം പ്രത്യക്ഷത നൽകിയപ്പോൾ, അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ചൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയപ്പോൾ തന്നെ ദൈവം അപ്പസ്തോലനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ശുശ്രൂഷ നമുക്ക് പരമേൽപ്പിച്ച് തരികയാണ്. ഈ ഒരു തിരിവ് എൻ്റെ പ്രിയമുള്ളവർക്ക് മനസ്സിലായോ? എൻ്റെ പ്രിയമുള്ളവർക്ക് അറിയാമെന്നറിയാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക തിരിവ്? ഒരു പുതിയ തുടക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ കൂടിയും എപ്പോഴും വായിക്കുന്നതാണെങ്കിലും വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങളൊന്ന് വായിക്കാം. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. അവിടെ ഒരു മാർമിക സത്യത്തെ കുറിച്ച് പൗലോസ് പറയുക. എനിക്കൊരു മാർമിക സത്യം വെളിപ്പെട്ടു. അത് ഈ ലേഖനങ്ങൾ വായിച്ചാൽ, മുകളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പൗലോസ് പറയുക. ഒരു മർമ്മം, ഒരു മിസ്റ്ററി എന്ന് പൗലോസ് പറയുക. 3:9 വാക്യം കൂടി ഒന്ന് വായിക്കാം. പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മതി. ദൈവം ഒരു പ്രത്യേക കൃപ പൗലോസിന് കൊടുത്തിരിക്കുക. എന്താണ് സംഭവം? നമുക്കറിയാം, രാജ്യത്തിന്റെ സുവിശേഷം 12 വരെ സുവിശേഷിച്ചു വന്നപ്പോൾ അതിനെ ഈ ജനം തിരസ്കരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസും അതിനെ തിരസ്കരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ തിരസ്കരണത്തിന്റെ ശേഷം ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ശൗൽ എന്ന് പറയുന്ന പാപികളിൽ ഒന്നാമനായ മനുഷ്യനെ ഒന്നാമനാക്കി വെച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ കൃപായുഗത്തിലേക്ക് ഒരു ചേഞ്ച് ഓവർ നൽകിക്കൊണ്ട് ഒരു പുതിയ തുടക്കം കുറിച്ചപ്പോൾ, ആ ക്രിസ്തുവിനെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്ന ഒരു പുതിയ സഭയെ ദൈവം പണിയുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ, എന്ന് പറഞ്ഞാൽ ആ പദ്ധതി അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു പദ്ധതിയാണ് എന്നുള്ളതാണ് പൗലോസ് ഇപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ 8-12 വായിക്കുകയാണ്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്നവിടെ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വരെ അപ്പോസ്തല പ്രവൃത്തി 8 വരെ പ്രസംഗിച്ചിരുന്ന സുവിശേഷം എന്താ? രാജ്യത്തിന്റെ സുവിശേഷമാണ് എന്നുള്ളത് വ്യക്തമായി എഴുതിയിരിക്കുക. ആ സുവിശേഷം കേട്ടപ്പോൾ അവിടെ സ്ത്രീകളും പുരുഷന്മാരും സ്നാനം സ്വീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അവസാന അധ്യായത്തിൽ കർത്താവ് ഇവർക്ക് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ട് ഈ സുവിശേഷം അറിയിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ആരെങ്കിലും കടന്നു വന്നാൽ അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇത് ആ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ വ്യവസ്ഥയായിരുന്നു. എന്നാൽ ഇവിടെയൊന്നും കൃപായുഗം വെളിപ്പെട്ടിട്ടില്ല, കൃപയുടെ സുവിശേഷം ദൈവം കൊടുത്തിട്ടുമില്ല. കാരണം എന്താ? ഇത് പ്രഥമ വ്യക്തിയുമായി ഏൽപ്പിച്ച പൗലോസ് ആ സമയങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു തീവ്രവാദ മനോഭാവത്തോടു കൂടി നടക്കുകയാ. അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്തി ദൈവം കൊടുത്തിട്ടില്ല.
അപ്പോൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് വേർതിരിച്ച് ദൈവം ചിലതൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് തനിക്കൊരു മാർമിക സത്യം വെളിപ്പെട്ടു. ഇത് അനാദികാലം മുതലേ മറഞ്ഞിരുന്ന ഒന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് ന്യായപ്രമാണം കൂടാതെയുള്ള ക്രിസ്തുവേശുവിലൂടെ ക്രൂശിലൂടെയുള്ള രക്ഷാമാർഗമാണ്. അതിന് യാതൊരു പ്രവൃത്തിയും ആവശ്യമില്ല എന്ന് പറഞ്ഞെന്ന് കൃപയുടെ സുവിശേഷം പറയുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 8 കടന്നു വന്നിട്ട് ആ ഒരു ചേഞ്ച് ഓവർ, ആ ഒരു തിരിവ് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടെ ഒന്ന് പഠിക്കാം. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ കോളത്തിൽ ഏറ്റവും വലിയ ഒരു ഇടർച്ചക്കല്ലായി നടക്കുന്ന ഒരു വേദഭാഗമാണ്, അല്ലെങ്കിൽ ഇടർച്ചക്കല്ലായി കിടക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 8 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. നമുക്കറിയാം അവിടെ ജലസ്നാനം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പീലിപ്പോസ് പ്രസംഗിക്കുന്ന സുവിശേഷം ഏതാ? രാജ്യത്തിന്റെ സുവിശേഷമാണ് എന്നുള്ളത് 8 12 വാക്യത്തിൽ നമ്മൾ വായിച്ചു അല്ലെ. രാജ്യത്തിന്റെ സുവിശേഷത്തിൽ സ്നാനം ആവശ്യമായിരുന്നു. അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലത്തിൽ ഇറങ്ങിയുള്ള സ്നാനം തന്നെയായിരുന്നു അല്ലെ. ഇത് വചനത്തിലുണ്ട്. നമുക്ക് ഇന്ന് ഈ കൃപയുടെ സുവിശേഷം വെളിപ്പെടാതിരുന്നൊരു കാലഘട്ടത്തിലും നമ്മൾ ഓരോരുത്തരും ഇത് ദൈവത്തിന്റെ വചനമാണല്ലോ, കണ്ടില്ലേ, രക്ഷിക്കപ്പെടുവാൻ ജലസ്നാനം ആവശ്യമാണ് എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ. ഈ ഒരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. ചുരുക്കമായി അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അതിന്റെ 8 37 38 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. കണ്ടില്ലേ, ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുക. സുവിശേഷം കേട്ടപ്പോൾ ഷണ്ഡൻ ചോദിക്കുകയാണ്, ഇതാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞ് ഫിലിപ്പോസും ഷണ്ഡനും വെള്ളത്തിൽ ഇറങ്ങുകയാ. ഷണ്ഡൻ പറയുക, ഞാൻ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ സ്നാനം കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ വരെ അപ്പോസ്തലനായ പൗലോസിന്റെ കൃപായുഗം വെളിപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ. അപ്പോൾ അതുവരെ പ്രസംഗിച്ച സുവിശേഷം എന്താ? തന്നെയുമല്ല, അപ്പോസ്തലനായ പൗലോസ് കണ്ണു കാണാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനന്യാസിനെ അവിടെ അയക്കുകയാ. ഈ അനന്യാസും ആരാണ്? രാജ്യത്തിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച ജലസ്നാനമേറ്റ മനുഷ്യനാണ്. അദ്ദേഹവും ശൗലിനോട് പറയുക, അല്ലെങ്കിൽ പൗലോസിനോട് പറയുക, നീ എന്തിനാണ് ഇനി താമസിക്കുന്നത്? എഴുന്നേറ്റ് സ്നാനപ്പെടുക. അന്ന് പൗലോസിന് രാജ്യത്തിന്റെ സുവിശേഷമോ കൃപയുടെ സുവിശേഷമോ അറിയില്ല. താൻ കേട്ട ദൈവിക പ്രകാശം ഇതാ, രാജ്യത്തിന്റെ സുവിശേഷത്തിലൂടെയുള്ള സ്നാനം സ്വീകരിക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്താ ചെയ്തത്? അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. 9 18 വാക്യം. അപ്പോൾ പൗലോസും ജലസ്നാനം സ്വീകരിച്ച മനുഷ്യൻ തന്നെയാ. കാരണം എന്താ? ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാ പൗലോസ് ഇവിടെ ആയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് പൗലോസിന് എന്തെന്ന് കാര്യങ്ങളൊന്നും പിടികിട്ടാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തലയിൽ നിന്നും കിളി പോയിരിക്കുന്ന ഒരവസ്ഥയിൽ പൗലോസ് അപ്പോസ്തലൻ ഇരിക്കുകയാണ്. കാരണം എന്താ? ഇദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല ഈ സാഹചര്യത്തിൽ. പിന്നീടാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ഒരു പുതിയ തുടക്കം. പൗലോസേ, നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ബർന്നബാസിനെയും പൗലോസിനെയും ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തുക. അവരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. വിജാതിരുടെ മുൻപിലും രാജാക്കന്മാരുടെ മുൻപിലും ഇസ്രായേൽ മക്കളുടെ മുൻപിലും എന്റെ നാമം വഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാ. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ പ്രകാരം പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു തുടക്കക്കാരനായ പൗലോസിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഈ തുടക്കക്കാരനായ പൗലോസിന് കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുൻപേ, പൂർണ്ണമായൊരു രൂപം ലഭിക്കുന്നതിന് മുൻപേ അദ്ദേഹം സ്നാനപ്പെട്ടവനാണ്. ജെറുസലേമിൽ പോയി തലമുണ്ടനം ചെയ്തവനാണ്. തന്റെ കൂടെയുള്ളവർക്കും നേർച്ച കാഴ്ചകൾ നൽകിയവനാണ്. ഇങ്ങനെ ഒത്തിരിയേറെ ന്യൂനതകൾ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കണ്ടില്ലേ ന്യൂനതകൾ? ഒരു കാലഘട്ടത്തിൽ സ്നാനക്കുളത്തിലേക്ക് മനുഷ്യരെ ഇറക്കുവാൻ പ്രസംഗിച്ച മനുഷ്യനാ ഞാനടക്കം അല്ലെ. അങ്ങനെ ഒരു നേപ്പാളിയെ അടക്കം, അനേകം മലയാളികളടക്കം, എൻ്റെ കുടുംബത്തെ അടക്കം പലരെയും ജലക്കുളത്തിലേക്ക് ഇറക്കി സ്നാനപ്പെടുത്തിയവനാണ് ഞാനല്ല സ്നാനപ്പെടുത്തിയത്, സ്നാനക്കുളത്തിലേക്ക് നയിച്ച് കർത്താവിന്റെ ദാസന്മാർ സ്നാനം കഴിപ്പിച്ചത്. കാരണം എന്താ? എന്റെ തിരിച്ചറിവതായിരുന്നു, എന്റെ തുടക്കമതായിരുന്നു. എന്നാൽ ആ ഒരു 14 വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു തുടക്കത്തിന് ശേഷം കർത്താവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇന്ന് ഈ കൃപയുടെ സുവിശേഷം പൗലോസിന് വെളിപ്പെട്ടത് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ്
ഇന്ന് രാജ്യത്തിന്റെ സുവിശേഷം ഇന്ന് നിലവിലില്ല എന്നും അത് നിർത്തൽ ചെയ്തിരിക്കുകയാണെന്നും ഇന്ന് കൃപയുടെ സുവിശേഷത്തിലൂടെയാണ് ഒരു രക്ഷാമാർഗം ദൈവം തുറന്നിട്ടിരിക്കുന്നതെന്നും അതിന്റെ അപ്പോസ്തലൻ പൗലോസാണെന്നും പൗലോസിലൂടെ ദൈവം ഒരു പുതിയ തുടക്കം നൽകിയെന്നും ഇന്ന് കർത്താവ് മധ്യാകാശത്തിൽ വന്നാൽ നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ നാം ചേർക്കപ്പെടുമെന്നും ഈ സുവിശേഷം വെളിപ്പെട്ട് കിട്ടിയത് ഈ തിരുവചനമാഴമായി പഠിച്ചപ്പോഴാണ്. മുൻകാലങ്ങളിൽ പൗലോസ് പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ ഇത് അറിവായി വന്നിരുന്നില്ല, എന്നാൽ തനിക്കിത് വെളിപ്പെട്ടുവെന്നും ഇത് വായിച്ചു കഴിഞ്ഞാൽ തനിക്കിതിനെ കുറിച്ചുള്ള ഗ്രാഹ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും പൗലോസ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ സാരം എൻ്റെ പ്രിയമുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. എന്നെ യൂട്യൂബിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവർക്കും ഈ സത്യം മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുക. ഇവിടെ ഇതാ പീലിപ്പോസും ചണ്ടനും ജലത്തിലിറങ്ങി സ്നാനപ്പെട്ടില്ലേ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ജലസ്നാനം വേണ്ട എന്ന് പറയുന്നു? എൻ്റെ പ്രിയമുള്ളവരെ, അതുവരെ കൃപായുഗം വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പൗലോസിന് ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കി കിട്ടിയിട്ടില്ല. എന്നാൽ തുടർന്ന് 10-25-30 വർഷത്തെ അന്തരത്തിൽ പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വെളിപ്പാടിന്റെ ആധിക്യത്താൽ എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ പൗലോസിന് ഈ കാര്യം വെളിപ്പെട്ട് കിട്ടുക. ദമാസ്കസിന്റെ പടിവാതിൽക്കൽ തട്ടിയിട്ട് അവിടെ മുതൽ താൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് മരിക്കുന്നത് വരെയുള്ള കാലയളവിൽ 13 ലേഖനങ്ങളെ ദൈവം കൊടുത്തു. ഇവിടെ ഇതാ ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താലുള്ള രക്ഷ, ജലസ്നാനം കൂടാതെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താലുള്ള രക്ഷ. കാര്യം മനസ്സിലായോ? ന്യായപ്രമാണത്തിന് കീഴിലല്ലാതെ കൃപയ്ക്ക് കീഴിൽ നിർത്തിക്കൊണ്ട് സൗജന്യമായൊരു രക്ഷാമാർഗം, ഒരു പുതുവഴി ദൈവം അതിലൂടെ തുറന്നിരിക്കുകയാ. പൗലോസ് പറയുക, ഇത് സ്വർഗത്തിൽ നിന്നും അപ്പോസ്തലനാക്കിയ ദൈവത്താൽ, അല്ലെങ്കിൽ പിതാവായ ദൈവത്താലും പുത്രനായ ക്രിസ്തുവിനാലുമാണ് ഞാൻ അപ്പോസ്തലനായിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സവിസ്തരം ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കാം. അതുകൊണ്ടാണ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ദൈവവചനത്തെ ശരിയായി വിഭജിച്ച് പഠിക്കുക, അത് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുക. ഇന്ന് കൃപായുഗം വെളിപ്പെടുന്നതിന് മുൻപുള്ള ജലസ്നാനത്തെ പീലിപ്പോസ് ചണ്ടനെ സ്നാനപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ജലത്തിലേക്ക് വലിച്ചിറക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, പൗലോസ് പറഞ്ഞതുപോലെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കുന്നില്ല. ഇതെല്ലാം അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചവരാണല്ലോ. ആ വിശ്വസിച്ചു എന്നുള്ള മാത്രയിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നിങ്ങൾ തീരും. പക്ഷേ ഈ സത്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി മനസ്സിലാക്കിയാൽ പൗലോസിനെ പോലെ അല്ലെ, ഞാൻ നല്ല പോൽ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസിന് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പൗലോസിന് എന്തറിയാം? രാജ്യത്തിന്റെ സുവിശേഷം എന്തെന്നും പൗലോസിന് അറിയാം, കൃപയുടെ സുവിശേഷം എന്തെന്നും പൗലോസിന് അറിയാം. എന്തുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം നിർത്തിക്കളഞ്ഞിട്ട് തന്നിലൂടെ ഒരു പുതുവഴി ദൈവം തുറന്നുവെന്നും പൗലോസിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതി കൊടുക്കുന്നത്. കാര്യം പിടി കിട്ടിയോ? ഞാൻ പറഞ്ഞു, തുടക്കമുള്ളൊരു സമയത്ത് തന്റെ തുടക്കകാലത്തിൽ രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും എന്തെന്നറിയാത്തൊരു പൗലോസിനെ നമ്മൾ കണ്ടു. എന്നാൽ ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. കർത്താവിനെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആ നീതിയുടെ കിരീടം എനിക്കും അവർക്കും വെച്ചിരിക്കുന്നു എന്ന് പറയുക. ഈ പൗലോസിന് യാതൊന്നും അറിയുകയില്ലേ? ഈ പൗലോസിന് സകലതും അറിയാം. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മെ ചേർത്ത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് പ്രതിഫലങ്ങളെ നമുക്ക് നൽകുമെന്നുള്ള കാര്യം പോലും പൗലോസിന് 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട ഈ മനുഷ്യന് മനസ്സിലായി. ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വെളിപ്പാടാണ്. പൗലോസ് പറയുക, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാം ആന്തരിക അകക്കണ്ണ് പ്രകാശിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ബാഹ്യക്കണ്ണ് തുറന്നു വെച്ച് ബൈബിൾ വായിച്ചു. ന്യായപ്രമാണത്തിന്റെ തീഷ്ണതയാൽ കർത്താവിന്റെ മാർഗ്ഗക്കാരെ എല്ലാം കൊന്നുപിടിച്ചു. ആ ഒരു പ്രയോജനമേ ഈ കണ്ണുകൊണ്ട് പഠിച്ചവർക്ക് കിട്ടിയുള്ളൂ. എന്നാൽ അകക്കണ്ണ് പ്രകാശിച്ചപ്പോൾ ആ പൗലോസിന്റെ കണ്ണുകൾ 3 ദിവസം അടയപ്പെട്ട് ആന്തരിക നേത്രം ദൈവം ഒന്ന് തുറന്നു കൊടുത്തപ്പോൾ കാര്യങ്ങളൊന്നൊന്നായി മനസ്സിലാക്കാൻ പറ്റി. ഇന്ന് ഓരോ വിശ്വാസികളുടെയും സഭാ സമൂഹങ്ങളുടെയും നേതൃത്വങ്ങളുടെയും ഈ ആന്തരിക കണ്ണുകളെയാണ് ദൈവം തുറക്കേണ്ടത്. മനസ്സിലായോ? അതിനുവേണ്ടി ചിലപ്പോ നല്ലൊരു അടി ഈ ക്രിസ്തീയ കോളത്തിൽ ഈ കാലഘട്ടത്തിൽ കിട്ടേണ്ട സമയം അതിക്രമിച്ചുവോ എന്ന് ഞാൻ സംശയിക്കുക. കാരണം പൗലോസിന് നല്ലൊരു അടി കിട്ടിയപ്പോഴാ
ആ കൃത്യമായ കാര്യങ്ങളിലേക്ക്, തിരിച്ചറിവിലേക്ക് പൗലോസ് വന്നത്. ആ പൗലോസ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സ്നാനപ്പെട്ട പൗലോസ് പറയുക, എന്നെ സ്നാനം കഴിപ്പിക്കുവാനല്ല അയച്ചത്. ഞാൻ എന്നെ ആൾക്കാരെയൊക്കെ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. മറ്റു വല്ലരെയും സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്. ഈ ക്രൂശിന്റെ വചനം വ്യർത്ഥമായി പോകാതിരിക്കുവാൻ വേണ്ടി ഞാൻ വാക്ക് സാമർത്ഥ്യത്തോട് കൂടിയമല്ല ശുശ്രൂഷിക്കുന്നത്. കർത്താവിന്റെ മാറ്റമില്ലാത്ത ഈ കൃപയുടെ സുവിശേഷം മറഞ്ഞിരുന്ന വാർമിക സത്യമായി വെളിപ്പെട്ടപ്പോൾ ആ ക്രൂശിന്റെ വചനം താൻ പ്രസംഗിക്കുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ സ്നാനപ്പെടുത്തുവാനല്ല അയച്ചിരിക്കുന്നത്. എന്നെ ആൾക്കാരെയൊക്കെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാരെയും സ്നാനം കഴിപ്പിക്കാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനും ദൈവത്തോട് നന്ദി പറയുക. വിരലിലുണ്ടാവുന്ന ചെറിയ ചുരുക്കം കൂട്ടത്തെ ഞാനും ജലസ്നാനത്തിലേക്ക് നയിച്ചതാ, ഞാനും സ്നാനപ്പെട്ടതാ. കാര്യം എന്താ? ഇതൊന്നും യഥാർത്ഥമായി തിരിച്ചറിയാത്തൊരു കാലയളവിൽ എന്തോ കണ്ടു, കേട്ടു, വിശ്വസിച്ചു, എടുത്തു ചാടി, അത്രയേ ഉള്ളൂ. ഇന്ന് ക്രിസ്തീയ കോളത്തിന്റെ എല്ലാവരുടെയും തുടക്കം അങ്ങനെയാ പ്രിയമുള്ളവരെ. പൗലോസിന്റെയും തുടക്കം നമ്മൾ കണ്ടില്ലേ? ഈ മാർഗക്കാരെ കണ്ടു, കേട്ടു, ഇഷ്ടപ്പെട്ടില്ല, എടുത്തു ചാടി കൊന്നുകളയാണ്, ആളുകളെ കൊന്നുകളയുകയാ, അല്ലെങ്കിൽ വധഭീഷണി മുഴക്കുകയാ. എന്നാൽ അല്പമായി പൗലോസിനും നമ്മെ പോലെ തന്നെ, ഏലിയാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഏലിയാവും നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യരാണ്. പൗലോസും നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യരാണ്. പത്രോസും നമ്മെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാ. കുറെ പൊട്ടത്തരങ്ങളും അറിവില്ലായ്മയും പത്രോസിന് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ആത്മീക നേതൃത്വങ്ങളിൽ നിൽക്കുന്ന ആത്മീക ഗുരുക്കന്മാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ടത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ, അറിവില്ലായ്മ. ദൈവം പറയുക, ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് പറയുക, പണ്ട് ഞാൻ ഉപദ്രവിയും, നിഷ്ഠൂരനും, അറിവില്ലാത്തവനും, അവിശ്വാസിയുമായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇന്നത്തെ പല ക്രിസ്തീയ കോളത്തിലെ നേതൃത്വങ്ങൾ പോലും? അത് അതിശയമല്ല പ്രിയമുള്ളവരെ. ഇതെല്ലാം ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാ. ഇവിടെ ഇതാ നമ്മളെ പോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് ഒരു സാധാരണ മനുഷ്യനായി അറിവില്ലായ്മ കൊണ്ട് പലതും ചെയ്തു കൂട്ടി. എന്നാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സത്യത്തിനു വേണ്ടി നിന്നു. എന്നിട്ട് പറയുകയാണ്, ഈ വിശ്വാസ വചനത്തിന്റെ സംരക്ഷകരായി, അല്ലെ, അവർ തന്നെ നിയമിച്ചിരിക്കുകയാ. ഈ വിശ്വാസത്തിന്റെ ആ വചനത്തെ സംരക്ഷിക്കേണ്ടവരായി നമുക്ക് ആഹ്വാനം തന്നിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സന്ദേശത്തിൽ എൻ്റെ പ്രിയമുള്ളവർക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ തലക്കെട്ട് എന്തായിരുന്നു? രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും അറിയാതിരുന്ന പൗലോസിന്റെ ഒരു പ്രത്യേക ജീവിത കാലഘട്ടം. അത് നമ്മൾ പഠിച്ചു. പൗലോസിന് മുൻപുണ്ടായിരുന്ന സുവിശേഷവും സുവിശേഷീകരണവും രാജ്യത്തിന്റെ സുവിശേഷമായിരുന്നുവെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ യഹൂദന്മാരുടെ ഒന്നടക്കമുള്ള തിരസ്കരണം മൂലം അന്ന് വരെ വെളിപ്പെടാതിരുന്നൊരു സുവിശേഷം, പാപികളിൽ ഒന്നാമനായ പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുകയാ. നമ്മുടെ ചാർട്ടിലേക്ക് കാണുന്നത് പോലെ ആ പ്രോഗ്രാം നിർത്തിക്കൊണ്ട് മറ്റൊരു പ്രോഗ്രാം ദൈവം തുറന്നു. ആ പ്രോഗ്രാം ക്ലോസ് ആയി കഴിയുമ്പോൾ റാപ്ചർ സംഭവിക്കും. അതിനുശേഷം നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യം വീണ്ടും പ്രസംഗിക്കും. അത് യോഹന്നാനിൽ വെളിപ്പാടെഴുതി യോഹന്നാന് ദൈവം കാണിച്ചു കൊടുത്തു. 144,000 പേരെ മുദ്രയിട്ടുകൊണ്ട് അപ്പോസ്തലന്മാരായ 12 പേര് നിർത്തിവെച്ചിരിക്കുന്ന ആ സുവിശേഷവുമായി ലോകം മുഴുവനും, ജെറുസലേമിലും ലോകം മുഴുവനും അവർ സുവിശേഷം അറിയിക്കും. 2 സാക്ഷികൾ ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം വീണ്ടും അറിയിക്കും. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നിവർത്തിക്കുന്നത് വരെ ആകാശവും ഭൂമിയും മാറ്റപ്പെടുകയില്ല എന്ന് പറയുന്ന ആ എഴുതി വെച്ചപ്പെട്ടിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം നിവർത്തിച്ചുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും മാറ്റിക്കൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് സൃഷ്ടിക്കും. അതിലേക്ക് പുത്തനാം യെരൂശലേം ഇറങ്ങി വരും. അവിടെ കുഞ്ഞാടിന്റെ കല്യാണം സംഭവിക്കും. അവിടെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും. എന്റെ പ്രിയമുള്ള കാര്യങ്ങളുടെ പിടി മനസ്സിലായോ? ദൈവത്തിന്റെ എറ്റേണൽ പർപ്പസ്, ആ നിത്യമായ പുത്തനാം ജെറുസലേമിൽ സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുന്ന ആ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയിലേക്ക്, നിത്യമായ ഒരവസ്ഥയിലേക്ക്, മരണമില്ലാത്തൊരവസ്ഥയിലേക്ക്, ആ ഒരു പർപ്പസിന് വേണ്ടിയാ ദൈവം ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. അതിനു വേണ്ടിയാ രാജ്യത്തിന്റെ സുവിശേഷവും അത് നിർത്തൽ ചെയ്തിട്ട് കൃപയുടെ സുവിശേഷവും, കൃപയുടെ സുവിശേഷത്തിന്റെ ഒടുവിൽ റാപ്ചർ സംഭവിച്ചതിന് ശേഷം വീണ്ടും ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി പിന്നെയും ആരംഭിച്ച് അതിനെ ഒരു പൂർണ്ണതയിലേക്ക് ദൈവം കൊണ്ടുവരും. ദൈവത്തിന്റെ എറ്റേണൽ പർപ്പസ് ആണ്. ആ എറ്റേണൽ പർപ്പസ് രാജ്യത്തിന്റെ സുവിശേഷത്തിലുള്ള ബന്ധത്തിൽ ദൈവം പ്രവാചകന്മാരിലൂടെ അറിയിച്ചിരുന്നുവെങ്കിൽ, അതേ എറ്റേണൽ പർപ്പസിന് വേണ്ടി മിസ്റ്ററി എന്നൊരു ഗോസ്പൽ അത് ദൈവം അനാദികാലം മുതലേ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. തക്ക കാലത്ത് അത് വെളിപ്പെടുത്തി ഈ 2 തിരിവും പിരിവും
അപ്പോസ്തലനായ പൗലോസിലൂടെ വെളിപ്പെടുത്തിയ ഈ സുവിശേഷമൊക്കെയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 9-ാം അധ്യായം തുടങ്ങി മുന്നോട്ട് പഠിച്ചു പോകുമ്പോഴാണ് എന്തുകൊണ്ട് ഒരു ചേഞ്ച് ഓവർ നടന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ക്രിസ്തീയ കോളത്തിന് ബൈബിളിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ നടന്നുവെന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് രാവ് കണ്ടാലും പകൽ കണ്ടാലും അറിയാമല്ലേ, രാത്രി രാത്രിയാണെന്ന് പകൽ പകലാണെന്ന് പറയാം. എന്നാൽ കണ്ണിന് കാഴ്ചയില്ലെങ്കിലോ അവന് രാത്രിയും അറിഞ്ഞുകൂടാ പകലും അറിഞ്ഞുകൂടാ. അത് തന്നെയാ ഈ ബാഹ്യമായ കണ്ണുകൾ അടഞ്ഞു കിടക്കുക അല്ലെ. ഈ ലോകത്തിന്റെ അധിപൻ അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. രാവും പകലും തിരിച്ചറിയാൻ കുരുടന് കഴിയാത്തതുപോലെ രാജ്യത്തിന്റെ സുവിശേഷവും കൃപയുടെ സുവിശേഷവും മനസ്സിലാക്കുവാൻ ഈ ലോകത്തിന്റെ അധിപനായ സാത്താൻ അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിക്കണ്ടേ? ഇത് കണ്ട പൗലോസാ പറയുന്നത്, നിങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു പ്രകാശം നമുക്ക് കിട്ടിയാലാണ്, വീണ്ടും പൗലോസ് പറയുക, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് ഈ പ്രകാശനം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ഈ ലോകം മുഴുവനും അന്ധകാരത്തിൽ കിടക്കുമ്പോൾ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുമ്പോഴാണ് ഈ സത്യം മനസ്സിലാകുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് വീണ്ടും പറയുന്നുണ്ടല്ലോ, കുലമഹിമ നോക്കിയാൽ നമ്മളിൽ ആരും വലിയ ശ്രേഷ്ഠന്മാരൊന്നുമില്ല. ദൈവം തെരഞ്ഞെടുത്തത് സാധാരണക്കാരെയാണ്. ലോകത്തെ ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് സാധാരണക്കാരെയാണ്. ബുദ്ധിയില്ലാത്ത ജനത്തെ കൊണ്ട് ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ സുവിശേഷം കേരളക്കരയിൽ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രേസ് ചർച്ച് പറവൂരിലൂടെ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വലിയ കഴിവും പ്രാപ്തിയും ലോകപരമായി അറിവും ഒന്നും ഉണ്ടായിട്ടല്ല നമ്മളെ ദൈവം ഉയർത്തിയത്. ഈ സത്യം പൗലോസിനെ പോലെ കേട്ട സത്യത്തിന് വേണ്ടി നിൽക്കുവാനുള്ളൊരു ഉറച്ച തീരുമാനം അല്ലെ. പൗലോസ് പറയുക, പന്തിരുവർ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഏതുമില്ല, എന്നെ ദൈവം ഏൽപ്പിച്ചതാ, സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്ന സുവിശേഷമാ ഈ പറയുന്നത്. പൗലോസ് പറയുക, 12 പേര് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. നമുക്കും പറയാമല്ലേ, ഇന്നത്തെ ചുറ്റിക്കിടക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അവർ എത്ര സ്ഥാനീയമായിക്കോട്ടെ, ഞങ്ങൾക്ക് ഏതുമില്ല. കാരണം എന്താ? ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങളുടെ കണ്ണുകളെ കർത്താവ് പ്രകാശിപ്പിച്ച് തന്നതുകൊണ്ട് ഞങ്ങൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പൗലോസിനെ പോലെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവം തന്ന പ്രത്യാശയിൽ നല്ല ഉറപ്പുണ്ട്. നമ്മുടെ കർത്താവ് വരുവാൻ ഇനി അധികം താമസമില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ സന്ദേശത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.